വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ചീര കൃഷിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാം, പച്ചക്കറിക്കൊക്കെ ഇപ്പോൾ തീ പിടിച്ച വിലയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചീര എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ നടാം. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയ മെത്തേഡാണ് നിങ്ങൾക്ക്, അധികം ചിലവില്ലാത്ത ഒരു ചെറിയ മെത്തേഡാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരുന്നത്. ഇതാണ് എൻ്റെ ചീര ആദ്യം നട്ട സ്ഥലം. അപ്പോൾ നട്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് സീഡോമോണസ് ഒരു ഒരു 2-3 ടീസ്പൂൺ എടുത്ത് ഒരു ചെറിയ കപ്പിലേക്ക് കുറച്ച് വെള്ളം കലക്കി സീഡോമോണസ് കലക്കി വെച്ചു. അതിനകത്തേക്ക് നമ്മൾ ഈ ചീര വിത്ത് ഇട്ടു. ചീര വിത്ത് ഇട്ടതിന് ശേഷം അത് ഒരു ദിവസം അങ്ങനെ വെച്ചു. അതിനുശേഷം പിറ്റേ ദിവസം മണ്ണ് ഇളക്കിയിട്ട് ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം പാവി ചീരയുടെ വിത്ത്. അപ്പം നന്നായി ഒരു മുളച്ച് ഏകദേശം ഈ ഒരു ഹൈറ്റ് എത്തി കഴിഞ്ഞപ്പോൾ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പറിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് മാറ്റി നട്ടു. അപ്പം നമ്മൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, അങ്ങനെ മാറ്റി നട്ടിട്ട് വലുതായ ചീരകളാണ് ഈ നിൽക്കുന്നതൊക്കെ. അപ്പം ഇത് അത്യാവശ്യം വലിപ്പം നമുക്ക് ഞങ്ങളിവിടെ വെച്ചിരിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ചീരയാണ്. കച്ചവട സാധ്യതയ്ക്കൊന്നും അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറേശ്ശെ മുറിക്കാൻ പറ്റാവുന്ന തരത്തിൽ നമ്മൾ ചീര നട്ട് വലുതാക്കി. അപ്പോൾ ഇതിൽ ചെയ്യണ ഒരു വളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പഴയ കഞ്ഞിവെള്ളം നമ്മൾ രാവിലെ തന്നെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു വെക്കും. വീട്ടിൽ നമ്മൾ ബാലൻസ് വരുന്ന പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കും. അതൊരു 5-6 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് ചീഞ്ഞ് മിക്സ് ആയിട്ടുണ്ടാവും. ആ വെള്ളം നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ രാവിലെ അടുപ്പ് കത്തിക്കണത് ആ ചാരവും കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ കടയ്ക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കും. പ്ലസ് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒന്ന് മോട്ടർ ഉണ്ട് ഇവിടെ, അത് വെച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കും നല്ല രീതിയിൽ. ഡെയിലി ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ നനച്ചു കൊടുക്കും. ഇത്രയാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചീര സമൃദ്ധിയായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യണതായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കൊടുക്കാനായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ചീര ഇല്ലെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ടുള്ള ചീര നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ചീര ഒരു വിത്തും ഉറുമ്പും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സീഡോമോണസ് ലൈനിയിൽ ഇട്ടിട്ടാണ് വിത്ത് മുളപ്പിക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വേറെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ദോഷമൊന്നുമില്ല. അങ്ങനെ വിത്ത് പാവി മുളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചീര വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഇത്രത്തോളം ചീരയുണ്ട്. നമുക്കിത് ഡെയിലി നനയ്ക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും ചീര. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ചീരയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇടയിൽ കുറേ പുല്ലുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ നന കഴിഞ്ഞിട്ടാണ് അതൊക്കെ വലിച്ച് കളയുക. ഇപ്പോൾ ഒരാഴ്ച പുല്ല് വലിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഇത് നിറച്ച് പുല്ല് വന്ന് നിറയാറാണ് പതിവ്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഒരു വളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വീട്ടിലുണ്ടാവുന്ന ഈ ചാരം, അതുപോലെ വീട്ടിലുണ്ടാവുന്ന പഴയ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കടയിലേക്ക്. അത്രയാണ് നമ്മൾ ചീര വളർത്താനായിട്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചീര എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് സ്പേസ് മതി, നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വിഷമില്ലാത്തൊരു ചീര. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്ന ചീര എന്നൊക്കെ പറയണത് എല്ലാം വിഷം തെളിച്ചും കണ്ണി കണ്ട മരുന്നുകളൊക്കെ പ്രയോഗിച്ചിട്ടുള്ള ചീരയാണ് നമുക്ക് കൂടുതലായിട്ടും മേടിക്കാൻ കിട്ടുന്നത്. മാത്രമല്ല തീ പിടിച്ച വിലയാണ് ചീര. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിനുള്ളിൽ നമ്മുടെ മുറ്റത്ത് തന്നെ കുറച്ച് ചീര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നമ്മുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ രീതിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ, ഞാൻ ചെയ്തിട്ടുള്ള രീതിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.